ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ റഷ്യ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, ആ വാർത്തകളിൽ ഇന്ന് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ട്രംപിന്റെ ഒരു ഭീഷണിയാണ്. ട്രംപ് ഇപ്പൊ ഭീഷണിപ്പെട്ടിരിക്കുകയാണ്. ട്രംപ് ഈ ഈ സംഭവങ്ങളൊക്കെ വിട്ടു. അതായത് ഈ ചർച്ചയും കാര്യങ്ങളൊക്കെ ട്രംപ് വിട്ടു. ചർച്ചയും കാര്യങ്ങളൊക്കെ ട്രംപ് വിട്ടിട്ട് ട്രംപ് ഇപ്പോൾ അതിഭീകരമായിട്ടുള്ള ഭീഷണിയായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ട്രംപ് പറയുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും എന്നാണ് ട്രംപ് പറയുന്നത്. ഒരു ഉപരോധം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഉപരോധവും ചുങ്കവും പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും കൂടെ എന്തിനാണ് പ്രഖ്യാപിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും ട്രംപ് എന്ന് പറയുന്ന വ്യക്തിക്ക് ആരും ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു കേസിലൂടെയും. പക്ഷേ നമ്മൾ ലോകക്രമം എടുത്തു നോക്കിയാലുണ്ടല്ലോ, റഷ്യ ആണെങ്കിൽ പിന്മാറുന്ന യാതൊരുവിധ സാഹചര്യവും കാണുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് യുക്രൈൻ കുറച്ച് കടന്ന കൈയാണ് കാണിക്കുന്നത്. യുക്രൈൻ റഷ്യയുടെ ഒരു ന്യൂക്ലിയർ നിലയം, ആണവ നിലയത്തിൽ അടിച്ചിട്ടുണ്ടെന്നും നല്ല അടി കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും അത് തീ പടർന്ന് തീ അണയ്ക്കാൻ പറ്റാതെ അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുക്രൈന്റെ ഡ്രോൺ ആണ് ഈ റഷ്യയുടെ കുർസ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ അടിച്ചിരിക്കുന്നത്. എസ്കലേഷൻ റിസ്ക് കൂടിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിന് മേലുള്ള ആക്രമണം മോഡേൺ വാർഫെയറിന് ചേർന്നതാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു നിൽപ്പുണ്ട്. എല്ലാവരും ഇത് നേരത്തെ റഷ്യക്ക് മേലാണ് ആരോപിച്ചുകൊണ്ടിരുന്നത്. യുക്രൈന് മേൽ എന്താണ് നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കുന്നത് തെറ്റല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ യുക്രൈനാണ് തിരിച്ചാക്രമിച്ചിരിക്കുന്നത് റഷ്യയുടെ ആ ഒരു ആണവ നിലയത്തിന്റെ മേൽ. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തക സെർജി ലാവ്റോവിനോട് ചോദിച്ചു, അറിയാലോ വിദേശകാര്യമന്ത്രി, അദ്ദേഹത്തോട് ചോദിച്ചു, യുക്രൈനിൽ ഇതാ കുട്ടികൾ മരിച്ചു വീഴുന്നു, നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊരു അമേരിക്കൻ മാധ്യമ പ്രവർത്തകർ അവര് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, യുക്രൈനെ ഗാസയായിട്ട് അങ്ങ് സങ്കല്പിച്ചോ, ഞങ്ങളെ ഇസ്രായേലുമായിട്ട് അങ്ങ് സങ്കല്പിച്ചു, ഇപ്പൊ പ്രശ്നം നീന്നല്ലോ എന്നാണ് അയാൾ പറഞ്ഞത്. അതാണല്ലോ അവരുടെ തുറുപ്പ് ചീട്ട്. ഇത് സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ, ഈ 3 പേരും മരിച്ചു വീഴുന്നു എന്നുള്ളതാണ്. അതോടുകൂടി അത് തീർന്നു. എന്തായാലും ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറാനും US തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഒക്കെ അതിഭീകരമായിട്ട് ഉലയുന്നു എന്ന് കേൾക്കുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലൊരു യുദ്ധം വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. പിന്നെ ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ യമനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സനയിൽ വീണ്ടും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ റഷ്യ എന്തിനൊക്കെയോ കോപ്പ് കൂട്ടുന്നതായിട്ട് നമുക്ക് തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഉത്തര കൊറിയ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്യുന്നു, ഒരു വലിയൊരു മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഡെയിലി ഇയാള് വലിയ മിസൈൽ പരീക്ഷണം നടത്തുന്നതാണ്. പക്ഷെ ഇത്തവണ കുറച്ച് കടുപ്പിച്ചാണ്. അമേരിക്ക അടിക്കും എന്ന് പറഞ്ഞു തന്നെയാണ് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഈ സൗത്ത് കൊറിയ ആയിട്ട് അവന്മാർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അമേരിക്ക അങ്ങോട്ട് ഇപ്പോൾ ഈ വാർ ഷിപ്സ് ഒക്കെ അയക്കാൻ പോകുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഈ സൗത്ത് കൊറിയയും ഈ അമേരിക്കയും ജപ്പാനും എല്ലാം കൂടെ അവിടെ വ്യോമാഭ്യാസം നടത്തിയപ്പോൾ ഞങ്ങളുടെ അതിർത്തിയിൽ 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് വിമാനത്തിന്റെ മൂക്കിന്റെ തുമ്പ് വന്നു എന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ സൗത്ത് കൊറിയ എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ്. പോരാത്തതിന് റഷ്യയാണ് ഇയാൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോ ഇതൊരു വലിയ ഒരു ലോകം മൊത്തത്തിൽ ഇങ്ങനെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് റഷ്യയുടെ ആണവ നിലയത്തിലേക്ക് ഇവർ ഒരു അറ്റാക്ക് നടത്തുകയും ട്രംപ് പറയുന്നത് നിങ്ങൾ യുദ്ധം നിർത്തണം. പക്ഷെ യുദ്ധം നിർത്തണം എന്ന് ഉള്ളതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ റഷ്യ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര സ്ഥലങ്ങൾ വേണം, ഡൊണക്സും കുറച്ച് കാര്യങ്ങളും ക്രെംലിനൊക്കെ നമുക്ക് വേണം, അന്ന് യുദ്ധം നിർത്താൻ തയ്യാറാണ്. അപ്പൊ യുക്രൈനാണ് ഇപ്പോൾ അത് തരാൻ പറ്റില്ല, യുദ്ധം നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നത്. മാത്രമല്ല നാറ്റോയിൽ ചേരില്ല, പക്ഷെ അമേരിക്ക ആയിരിക്കും ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നത്. അതായത് അമേരിക്കയുടെ പടക്കപ്പലും വിമാനമൊക്കെ ഇവിടെ വന്ന് കിടക്കുമെന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ അതിലും ഭേദം നാറ്റോയിൽ ചേരുന്നതല്ലേ നല്ലതെന്ന് ഇവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഇനി ഈ യുദ്ധം അവസാനിക്കാനുള്ള യാതൊരു നീക്കുപോക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മളെ ഇന്ത്യ അങ്ങോട്ടേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നാൽ വാഷിംഗ്ടണിൽ വച്ചല്ല, ന്യൂഡൽഹിയിൽ വെച്ചായിരിക്കും ചർച്ചകൾ നടക്കാൻ പോകുന്നത്. സെലൻസ്കിയും പുടിനൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇന്ത്യക്ക് ഇതിനകത്തൊരു നിർണായകമായിട്ടുള്ള ഒരു റോള് ഇപ്പോൾ വഹിക്കാൻ സാധിക്കും എന്ന് ബിജുചേട്ടന് തോന്നുന്നുണ്ടോ? ഇന്ത്യ അങ്ങനെ റോള് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇന്ത്യക്ക് നിലവിലുണ്ടോ? അതെ, ഇന്നലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്നലെ നമ്മുടെ കുത്തബ് മീനാറില് പലരും പ്രേക്ഷകർ പലരും കണ്ടാണ്. കുത്തബ് മീനാർ ഇന്നലെ രാത്രിയില് ഉക്രൈൻ പതാകയാൽ നിറഞ്ഞു. അതായത് ഈ ലൈറ്റിംഗ് പരിപാടിയുണ്ട്. അത് നമ്മുടെ ഈ ദുബായിൽ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഓരോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം വരുമ്പോൾ അവിടെ ആ ഒരു ഇതില് അവര് ലേസർ ഷോ നടത്തും. അതേപോലെ നമ്മുടെ കുത്തബ് മീനാറിലും ഉണ്ട് അങ്ങനെ. അപ്പൊ കുത്തബ് മീനാറില് ഇന്നലെ 24-ാം തീയതി ആയിരുന്നല്ലോ, ആഗസ്റ്റ് 24 ഉക്രൈന് സ്വാതന്ത്ര്യദിനമാണ്.
ആ ദിനത്തിന് അവരുടെ ദേശീയ പതാകയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന കുത്തബ് മിനാറിനെയാണ് കണ്ടത്. അപ്പൊ കണ്ടവർക്ക് പലർക്കും ഒരു അത്ഭുതം തോന്നി. ഇതിനു മുമ്പ് ഇങ്ങനൊന്നും കണ്ടിട്ടില്ല. പല രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ട് ഇതേപോലെ, പക്ഷെ ഈ അതെ. യുക്രൈനിലെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളതാണ്. അവിടെയാണ് ചില ഇത് വരുന്നത്. സത്യത്തില് ഈ ട്രംപ് ഒരു വല്ലാത്ത ഒരു 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 അവസ്ഥയിൽ എത്തി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെ അപ്രതീക്ഷിതമായ ആയിട്ട് ഒരു നീക്കമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. സന എന്ന് പറയുന്നത്, യമൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ അമേരിക്ക സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഭീകരന്മാരാണ് ഭരിക്കുന്നത്. അതാണല്ലോ ഉം. അവർ കൊണ്ട് വെച്ചിരിക്കുന്ന ആൾക്കാരാണ് ഭരിക്കുന്നത്. അവിടേക്ക് ഹൂത്തികളെ ഒതുക്കാൻ എന്ന പേരിൽ ജനവാസ കേന്ദ്രങ്ങളിലടക്കം വമ്പൻ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. വലിയ രീതിയിലുള്ള അതെ. ബോംബിംഗ് ആണ് നടത്തിയത്. നമ്മൾ ഇന്നലെ അതിന്റെ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമുക്കത് കൊടുക്കാൻ കഴിയില്ല നിയമപരമായിട്ട്, പക്ഷെ നമ്മൾ ആ വിഷ്വൽസ് ഒക്കെ കാണുമ്പോഴത്തേനും പട്ടാപ്പകൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അവിടെ നടത്തിയിട്ട് പോയിരിക്കുന്നു. അതൊരു വലിയ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം. അപ്പൊ ഗസയിലെ യുദ്ധം തീർക്കാൻ ഇറങ്ങിയ ആളാണ് ട്രംപ്. അപ്പോഴാണ് ഇത് അടുത്ത സ്ഥലത്ത് കൂടെ ഭയങ്കര പണി നടന്നിട്ടിരിക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച്, അതായത് ഉക്രൈന്റെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് റഷ്യയുടെ ആണവ കേന്ദ്രത്തിലേക്ക് ഒരു ആക്രമണം ഉക്രൈൻ നടത്തിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇന്റർനാഷണൽ വാർ ക്രൈമാണ്. കാരണം ആണവ ഉം. റിയാക്ടറുകൾക്ക് നേരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ വാർ ക്രൈമാണ്. ഇപ്പോൾ അതെ. വേണമെങ്കിൽ റഷ്യക്ക് അതിമാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈനെ തകർത്ത് തരിപ്പണമാക്കാൻ വേണമെങ്കിൽ കഴിയും. കാരണം ഉം. ഇപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്, ബോള് റഷ്യയുടെ കയ്യിലാണ്. കാരണം ഇതൊരു വലിയ വാർ കയ്യിലാണ്. ക്രൈം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഇന്റർനാഷണൽ തലത്തിൽ വാർ ക്രൈം എന്ന് പറയുമ്പോൾ ഈ ആണവ ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അത് റഷ്യയെ മാത്രമല്ല ബാധിക്കുന്നത്, അത് ഉം. ഒരുപാട് രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായിട്ട് അത് മാറും. നമുക്കറിയാം ചെർണോബിൽ ദുരന്തമൊക്കെ ഇപ്പോഴും അതിന്റെ ദുരിതം മാറിയിട്ടില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് തന്നെ റഷ്യ, പക്ഷെ അതിനു മുമ്പ് റഷ്യ ഈ അമേരിക്കയുടെ ഒരു സ്ഥാപനത്തെ ആക്രമിച്ചായിരുന്നു, ഉക്രൈനിലുള്ള ഉം. US സ്ഥാപനത്തെ. അതിന് മറുപടിയായിട്ട് അമേരിക്ക ഉക്രൈനെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണെന്നാണ് റഷ്യ കരുതുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ ഉം. ട്രംപ് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ദീർഘദൂര മിസൈലുകളൊന്നും ഉപയോഗിക്കാൻ ഞങ്ങൾ ഉക്രൈന് പെർമിഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം കഴിഞ്ഞു. പക്ഷെ ഉം. അതിവിടെ കൊണ്ട് തീരില്ല. അതൊരു ഒരു യുദ്ധത്തിലേക്ക് നീങ്ങും. ഇത് മുൻകൂട്ടി ഉം. കണ്ടുകൊണ്ടാണ് സെലൻസ്കി ഒരാഴ്ചക്ക് മുമ്പ് 2 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ ബന്ധപ്പെട്ടത്. ആദ്യം അദ്ദേഹം ഉം. ബന്ധപ്പെട്ട് ആ ഒരു സ്ഥിതി ഗതികൾ വിശദീകരിക്കുകയും സഹായങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. രണ്ടാമത്തേത് അദ്ദേഹം യുക്രൈന്റെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ, ആ, ഉള്ള കാര്യങ്ങൾക്കും ഒപ്പം നമ്മുടെ ആഗസ്റ്റ് 15-മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിളിക്കുകയും ആ സമയത്ത് കൂടുതൽ സഹായം നിങ്ങൾ ചെയ്യണം, യുദ്ധാനന്തരം ഉണ്ട്, ഉം. ഇന്ത്യയോട് ഞങ്ങൾക്ക് മതിപ്പാണുള്ളത്, കാരണം നിങ്ങൾ തുടക്കം മുതലേ തന്നെ ഈ യുദ്ധം തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. കാരണം സെലൻസ്കി പോലും അത്തരത്തിലേക്ക് ചിന്തിക്കുന്നു. കാരണം ഈ ട്രംപിനെ കൊണ്ടൊരു കുന്തവും നടക്കത്തില്ല എന്ന് മാത്രമല്ല, കുറച്ചുകൂടെ കാരണം ഈ ട്രംപിനെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഈവൻ അമേരിക്ക പോലും റഷ്യയുടെ ഒരു ചാരൻ എന്ന നിലയിലാണ് കാണുന്നത്. അതിന് കാരണമുണ്ട്. കാരണം ഒന്നാം ട്രംപ് അധികാരത്തിലേറുമ്പോൾ റഷ്യൻ പിന്തുണയിലാണ് ട്രംപ് അധികാരത്തിലേറിയത് എന്നൊരു വലിയ ആരോപണം ഉണ്ടാകുകയും ജോ ബൈഡന്റെ കാലത്ത് അത് അന്വേഷിച്ച് തെളിയിക്കുകയും ചെയ്തതാണ്. അതായത് ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ പുടിൻ റഷ്യൻ ചാര സംഘടന ഏതാണ്ട് 20 ദശലക്ഷത്തോളം മെയിലുകളും സന്ദേശങ്ങളും ഒക്കെ വോട്ടർമാർക്ക് ഇലക്ഷന്റെ തലേന്ന് അയച്ചു കൊടുക്കുകയും ഒപ്പം തന്നെ എതിരാളിയുടെ നെഗറ്റീവുകളും ഇല്ലെങ്കിൽ കഥകളും ഒക്കെ അയച്ചു ഉം. കൊടുക്കുകയും അങ്ങനെ വലിയ രീതിയിൽ റഷ്യൻ ചാര സംഘടന ഇടപെട്ടിട്ടാണ്. ഒപ്പം തന്നെ ട്രംപ് പുടിന് വലിയ രീതിയിൽ ഫണ്ടിറക്കുകയും ഒക്കെ ഒന്നാം ട്രംപിന്റെ കാലത്ത് കേട്ടിരുന്നൊരു വലിയ വിവാദമായിരുന്നു. പിന്നീട് ബൈഡൻ അധികാരത്തിൽ വന്നപ്പോൾ ജോ ബൈഡൻ എന്നെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയിൽ ഇതൊക്കെ തെളിവുണ്ട്, ശരിയാണ്, ഉം. അന്ന് ട്രംപ് ജയിച്ചത് ഇങ്ങനെയാണ് എന്ന്. അപ്പൊ അന്ന് മുതലേ തന്നെ കുറഞ്ഞ പക്ഷം ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെങ്കിലും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. കാരണം ഇയാളുടെ റഷ്യക്കൊപ്പം ആണോ നിന്നിട്ട് നമുക്കിട്ട് പണിയുന്നതാണോ എന്ന് ഉക്രൈന് വലിയ രീതിയിൽ സംശയമുണ്ട്. ഈ സംശയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ജർമ്മനിയും UK-യും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഉക്രൈനെ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കൊരു വലിയ ഡൗട്ട് ഉണ്ട്, ഈ ട്രംപ് കളിക്കുന്ന ഡബിൾ ഗെയിം ആണോ എന്നൊരു വലിയ ഒരു സംശയം ഇതിനകത്തുണ്ട്. കാരണം ഈ കളിച്ച് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് വേണം, രണ്ടാമത്തേത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് റഷ്യയെ വേദനിപ്പിക്കാതെ അല്ലെങ്കിൽ റഷ്യയെ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തിക്കൊണ്ട് ഒരു സമാധാനം ഉണ്ടാക്കുക. ഉക്രൈന്റെ ഏതാണ്ട് ഇപ്പൊ പകുതി കൂടുതലും ഇപ്പൊ അമേരിക്കയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അമേരിക്കൻ വ്യവസായികളാണ് ഇപ്പൊ അവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ബാക്ക്വേർഡിങ് എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് പുള്ളിക്കുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇതിനിടയിലാണ് ഈ മാസം 31-ാം തീയതിയും സെപ്റ്റംബർ 1-ാം തീയതിയുമായിട്ട് ഷാങ്ഹായ് ഉച്ചകോടി ചൈനയിലെ ടിയാൻജിൽ നടക്കുന്നത്. ഇതിലേക്ക് പുടിൻ എത്തുന്നുണ്ട്,
മോദി എത്തുന്നുണ്ട്, ഷീ ജിൻപിങ് ഓൾറെഡി അവിടെ ഉണ്ട്, അവരുടെ രാജ്യത്താണല്ലോ. അവിടെ ഒരു നിർണായക നീക്കത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അന്താരാഷ്ട്ര ഈ രംഗത്തെ മാധ്യമ പ്രവർത്തകരും ഒപ്പം അനലിസ്റ്റുകളും എല്ലാം പറയുന്നൊരു കാര്യം, നിലവിൽ 5.9 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ 3 രാജ്യങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. ഈ 3 രാജ്യങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അമേരിക്കയേക്കാൾ വലിയ GDP ഉള്ള രാജ്യങ്ങളാണ് ഈ 3 ഇവർ 3 മാത്രമേ ആണ് പറയുന്നത്. ബാക്കി ഇവരുടെ ബ്രിക്സ് രാജ്യങ്ങളെ കൂട്ടിയിട്ടില്ല. അവർ കൂടി വരികയാണ് എങ്കിൽ 50% മുകളിലേക്ക് അവരുടെ മാത്രം GDP ഉയരും. അവിടെയാണ് ഇതിന്റെ ഒരു വലിയ ഇത്. കാരണം ഇവരെ ഇങ്ങനെ മൂപ്പിച്ച് ട്രംപ് നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇവർ തമ്മിലുള്ള വ്യാപാരം കൂടും. ഇവർ തമ്മിലുള്ള വ്യാപാരം കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡോളർ പിന്നെ അങ്ങനെ വലിയ സ്വാഭാവികമായി ട്രംപ് പേടിക്കുന്നതാണല്ലോ, ഡോളറിന് ബദലായിട്ടൊരു നാണയം വരും. ഒരു ഡോളറിന് ബദലായിട്ടൊരു നാണയം വന്നില്ലെങ്കിൽ ഇവർ തമ്മിൽ ഇവരുടെ പൈസയ്ക്കുള്ള ട്രേഡിങ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഇന്ത്യ സന്ദർശിച്ച വാങ് യി, അതായത് ചൈനീസ് വിദേശകാര്യമന്ത്രി, ഇന്ത്യക്ക് കൊടുത്ത ഉറപ്പുകൾ കൊടുത്ത് ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ബോറിംഗ്, അതായത് മലനിരകളും മറ്റുമൊക്കെ കുഴിക്കാനുള്ള ഡ്രില്ലിംഗ് മിഷൻ കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. അതൊരു വലിയ പോയിന്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇതിനു വേണ്ടി ആശ്രയിക്കുന്ന ജർമ്മനിയാണ്. ഈ ജർമ്മനി എവിടെ ഉത്പാദിപ്പിക്കുന്ന അറിയാവോ? ചൈനയിലാണ്. ചൈനയിൽ ഉത്പാദിപ്പിക്കുന്ന സാധനം ജർമ്മനി വഴി നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. നമ്മൾ 96 എണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ട് ഇപ്പോഴും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈ അടുത്ത് അവർക്ക് ഒരു റിമൈൻഡ് ലെറ്റർ അയച്ചിരുന്നു ഇന്ത്യ ജർമ്മനിക്ക്, നിങ്ങൾ ഇത് എത്രയും പെട്ടെന്ന് തരണം. അത് മനഃപൂർവ്വം താമസിപ്പിക്കുന്നതാണ്. ഇപ്പൊ എന്താണ് ചൈന വിദേശകാര്യമന്ത്രി ഇന്ത്യ വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ആ മിഷൻ ഞങ്ങൾ തരാൻ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ജർമ്മനിക്കും അതൊരു പണിയാണ്. കാരണം ഇവർ വെച്ച് താമസിപ്പിക്കുകയാണല്ലോ. അപ്പോ ഇത് അപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സംഭവത്തെ കുറിച്ച് അറിയുന്നത്. കാരണം ഇങ്ങനൊരു മിഷൻ ഉത്പാദിപ്പിക്കുന്ന ലോകത്തെ ചൈനയാണ് അതിൽ നമ്പർ 1. അവരുടെ രാജ്യത്താണ് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കമ്പനി സ്ഥാപിച്ചിട്ടിരിക്കുന്നത്. അവരെന്നിട്ട് ഈ മിഷനറി ഉണ്ടാക്കുന്നു, അത് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുന്നു. അങ്ങനെ ഇന്ത്യ കൊടുത്ത 96 മിഷനറി എത്തിച്ചിട്ടില്ല ഇതുവരെ. കാരണം നമ്മുടെ വികസനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ലേറ്റാക്കുന്നത്, ആ മിഷൻ കൊടുക്കാതിരിക്കുന്നത്. ഇപ്പൊ ചൈന ഡയറക്റ്റ് പറഞ്ഞു ഞങ്ങൾ ഇത് തരാം നിങ്ങൾക്കെന്ന് പറഞ്ഞ ആ മിഷൻ. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നലെ കഴിഞ്ഞ ദിവസം, അതായത് ചൈനീസ് ഭരണകൂടം ഇറക്കിയിരിക്കുന്ന ഒരു പുതിയ ഉത്തരവുണ്ട്. അതായത് ഈ ചൈനയാണ് ലോകത്തിലെ റയർ മെറ്റൽസിന്റെ 90% നിയന്ത്രിക്കുന്നത്, ചൈന വഴിയാണ് നിയന്ത്രിക്കുന്നത്. 50% എബോ ഈ റയർ മെറ്റൽസിന്റെ കരുതൽ ശേഖരമുള്ള രാജ്യവും ചൈനയാണ്. അതായത് ഇവരാണ് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നത്. ചുരുക്കം അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഞങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ രാജ്യങ്ങളും, ജപ്പാനും മറ്റുമൊക്കെ അവരുടെ രാജ്യത്ത് കമ്പനിയുണ്ട് ഈ റയർ മെറ്റൽസിന്റെ. അവരും ഈ ജപ്പാൻ കമ്പനിയായിട്ടാണ് നമ്മുടെ രാജ്യം ഒരു കരാറിൽ ഒപ്പുവെച്ചത് മുമ്പ് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ, അപ്പോൾ ആ കമ്പനികളൊക്കെ എത്ര ഉൽപ്പാദിപ്പിക്കുന്നു, എത്ര വന്നു, ഇതിൻ്റെ ഉള്ള കറക്റ്റ് ഡേറ്റ ഞങ്ങൾക്ക് തരണം. കാരണം സർക്കാർ കോട്ടകൾ കൃത്യമായി പാലിക്കണം, അതിൻ്റെ മേളിൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇത് ആരെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയാണ് ബാധിക്കുന്നത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മേഖല ഇലക്ട്രിക്കൽ കാർ വിപണി, യുദ്ധവിമാനങ്ങൾ, മറ്റ് അനുബന്ധ മേഖല. അമേരിക്ക ഈ ഇലക്ട്രിക്കൽ കാർ വിപണിയിലെ ഒരു വലിയ മേജർ പാർട്ട് വഹിക്കുന്ന ഒരു രാജ്യമാണ്. ഒരുപാട് മുന്തിയനം ബ്രാൻഡുകൾ കറക്കുന്ന ഒരു രാജ്യമാണ്. രണ്ടാമത് യുദ്ധവിമാനത്തിലും അവർ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് യുദ്ധവിമാനങ്ങൾ. അതിന്റെ നിർമ്മാണത്തെ പിന്നോട്ടെടുപ്പിക്കാൻ, അതായത് ലേറ്റ് ആക്കാൻ അത് ഉപകരിക്കും. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് റയർ മെറ്റൽസ് തരത്തില്ലെന്ന് ചൈന പറഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉള്ള വാഹന വിപണിക്ക് ഒരു മന്ദത അനുഭവപ്പെട്ടു. കാരണം വില കൂടുമോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സാധനമുണ്ട്. ഈ ഇലക്ട്രിക് കാറുകളുടെയൊക്കെ വില കൂടുമോ, അതായത് ഇപ്പൊ ബുക്ക് ചെയ്യുന്നവന് കാർ എന്ന് കിട്ടും എന്നൊക്കെ ഉള്ള ചിന്തയുണ്ട്. പക്ഷെ ഇപ്പോ ചൈന ഇവിടെ വന്നപ്പോൾ അവരുടെ വാങ്ങി എന്ന് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്കുള്ള ആ റയർ മെറ്റൽസ് കൃത്യമായി തന്നെ ഞങ്ങൾ എത്തിക്കുമെന്ന് പറയുന്നു. ഈ കമ്പനികൾക്ക് ആ നിർദ്ദേശം കൊടുക്കുമ്പോൾ വിദേശ കമ്പനികളാണ് അവിടെ വന്നിട്ട് ഇതുണ്ടാക്കി കാന്തവും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്കാണ് ഇപ്പൊ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, കുറഞ്ഞ പക്ഷം കുറെ മാസത്തേക്കെങ്കിലും അമേരിക്കയുടെ ഈ നിർമ്മാണ മേഖലയ്ക്ക് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ കഴിയും. അതായത് ഡെയിലി 10 കാർ ഇറക്കിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് അത് ചിലപ്പോൾ 5ഓ 4ഓ ഇറക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. ഇത് ഇന്ത്യയിലുണ്ടായിരുന്നു. നിലവിൽ കുറച്ചുനാൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഇതേ സ്ഥിതിയായിരുന്നു. ഇപ്പോഴിവർ റയർ മെറ്റൽസ് തരാമെന്ന് പറയും. പിന്നെ നമ്മൾ മറ്റു പല രാജ്യങ്ങളുമായിട്ട് റയർ മെറ്റൽസ് ധാരണയാവുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ കാർ വിപണി ആയാലും നമുക്ക് സ്വന്തമായിട്ട് യുദ്ധവിമാനം ഉണ്ടാക്കി നമ്മൾ വിൽക്കുന്നില്ല. കാർ വിപണി ആയാലും ഒക്കെ നമ്മളെക്കാൾ വളരെ മുമ്പിലാണ് അമേരിക്ക ഈ ഇലക്ട്രിക്കൽ കാറുകളുടെ നിർമ്മാണത്തിലും ഒക്കെ. അപ്പൊ അവർക്ക് കൂടുതൽ റയർ മെറ്റൽസ് ആവശ്യമുണ്ട്, നമുക്ക് അത്രയും ഇല്ല. പക്ഷെ കുറച്ചായപ്പോൾ തന്നെ നമ്മളുടെ തദ്ദേശീയമായിട്ടുള്ള വാഹന കമ്പനികൾക്ക് അത് ബാധിച്ചു. അപ്പോൾ അമേരിക്ക അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇതായത് ചൈന വലിയ രീതിയിൽ
തന്നെ ഒരു പിടിമുറുക്കുന്ന ഒരു ഘട്ടമാണ്. അതുപോലെ തന്നെ കുറച്ച് ദിവസത്തിന് മുമ്പ് ചൈന പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് ഞങ്ങളുടെ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചിപ്പുകളിൽ അമേരിക്ക ചാരപ്രവർത്തനത്തിലുള്ള സ്പൈ ഐറ്റംസുകൾ കയറ്റി വിടുന്നുണ്ട്, അതുകൊണ്ട് ഇനി നിങ്ങളുടെ ചിപ്പ് വേണ്ടാന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇറക്കുമതി ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ കടുംപിടുത്തം പിടിക്കുകയും അതൊരു മുന്നറിയിപ്പായിട്ട് ഈ പറയുന്ന ഈ മാസം ഒടുക്കം അവർ ആ ഉച്ചകോടിയിൽ അവരൊരു തീരുമാനമെടുക്കുകയാണ്. ഏതാ, നമ്മളുടെ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം കുറച്ച് കൂട്ടാം. ഇതിനകത്ത് വരുന്ന യൂറോപ്യന്മാരുണ്ടെങ്കിൽ വേറെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ വരും, ഉറപ്പായിട്ടും വരും, അവരെ കൂടെ കൂട്ടാം. കാരണം എല്ലാവർക്കും ബിസിനസ്സാണ് വലുത്. ഇപ്പൊ UK വന്നതുപോലെ തന്നെ അതല്ലാതെ എല്ലാവരും അമേരിക്ക തൊഴിൽ നിൽക്കുക എന്നുള്ളതല്ല, എല്ലാവർക്കും പൈസ വേണം, മുമ്പോട്ട് പോകണം. അപ്പൊ അങ്ങനെയുള്ള അനവധി ചെറു രാജ്യങ്ങൾ വരും, നമുക്ക് കച്ചവടം ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അവർ മുൻപിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ശ്രീ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് 2 ആഴ്ചക്കുള്ളിൽ ഞാനൊരു കഠിനമായ തീരുമാനമെടുക്കും. കാരണം ഈ യുദ്ധം തീർന്നില്ല എന്നുണ്ടെങ്കിൽ കഠിനമായ ഒരു തീരുമാനമെടുക്കും. അത് ഉപരോധം മാത്രമല്ല, വലിയ രീതിയിൽ ചുങ്കം ഞാൻ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. ഉപരോധം എനിക്ക് തോന്നുന്നു ഇന്ത്യക്കെതിരെ ആയിരിക്കും. വലിയ രീതിയിലുള്ള ചുങ്കമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ചൈനയും ബ്രസീലും പോലെയുള്ള മറ്റു രാജ്യങ്ങൾക്ക് എതിരെ ആയിരിക്കും. ഏതായാലും സജീവമായി തന്നെ വീണ്ടും ട്രംപ് ഉയർന്നു വരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം ട്രംപ് വരുന്നു എന്നുള്ളത് തന്നെയാണ് വീണ്ടും നമുക്ക് അടുത്ത സമയം നിർണായകമായ ഒരു 2 ആഴ്ച. നമുക്ക് എന്തായാലും കാത്തിരിക്കാം.